ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 3ാം ക്ലാസ്സിൻ്റെ EVS സബ്ജക്റ്റിൽ വരുന്ന ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 3ാം ക്ലാസ്സിൻ്റെ എല്ലാ സബ്ജക്റ്റിൽ വരുന്ന ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സോ അത് കാണേണ്ടവർ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് സ്റ്റാൻഡേർഡ് 3 ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കാണാവുന്നതാണ്. നമുക്കിവിടെ ചോദ്യങ്ങൾ നോക്കാം. ആക്ടിവിറ്റി 1, ഗുഡ്നെസ് ഓഫ് ക്ലീൻലിനെസ്. Anu and her friends are preparing a chart on personal hygiene for school science fair. ഇവിടെ അനുവും അവളുടെ കൂട്ടുകാരും പേഴ്സണൽ ഹൈജീനിനെ കുറിച്ചിട്ട് ഒരു ചാർട്ട് തയ്യാറാക്കുകയാണ്. കംപ്ലീറ്റ് ദി ചാർട്ട് ഇൻക്ലൂഡിങ് യുവർ സജഷൻസ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും കൊടുത്തിട്ട് ഈ ഒരു ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്. ഭക്ഷണത്തിന് മുമ്പും ശേഷവും കൈ കഴുകുക. പിന്നെ എന്തൊക്കെ നമുക്ക് പേഴ്സണൽ ഹൈജീനിൽ ഉൾപ്പെടുത്താം? പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ വ്യക്തിഗത ശുചിത്വമാണല്ലേ. നമ്മൾ വൃത്തിയായിരിക്കാൻ, സ്വയം വൃത്തിയായിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? ബ്രഷിങ് യുവർ ടീത്ത്. നമുക്ക് എന്ത് ചെയ്യാം? പല്ല് തേക്കാം. ബാത്തിങ് റെഗുലർലി, എല്ലാ ദിവസവും കുളിക്കാം. കട്ടിങ് നെയിൽസ് അറ്റ് ടൈം, സമയത്തിന് നഖം വെട്ടിക്കൊടുക്കുക. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ആക്ടിവിറ്റി നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്തിൻ്റെ പിക്ചറാണ്? ഒരു കിഡ്സ് പാർക്ക് ആണ് അല്ലേ. ഇവിടെ എന്താണ് എഴുതിയതെന്ന് വായിച്ചേ. ഡു നോട്ട് ബേൺ ഓർ ത്രോ എവേ പ്ലാസ്റ്റിക് വേസ്റ്റ്. നമ്മൾ പാർക്കിലേക്ക് പോകുന്ന എൻട്രിൻ്റെ അവിടെ, ഗേറ്റിൻ്റെ അവിടെ എഴുതി വെച്ചതാണ്. നിങ്ങൾ ഇവിടെ പ്ലാസ്റ്റിക് കത്തിക്കുകയോ അവിടേക്ക് വലിച്ചെറിയുകയോ ചെയ്യരുതെന്ന്. പിന്നെ അവിടെ സൈഡിൽ ടൈമും, നമ്മുടെ പാർക്ക് ഓപ്പൺ ആവുന്ന ടൈം 10 മണി മുതൽ 5 മണി വരെയാണെന്ന് സമയവും തന്നിട്ടുണ്ട്. ബന്ധപ്പെട്ട് താഴെ നിങ്ങൾക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്. ഡിഡ് യു നോട്ടീസ് ദ ബോർഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി പാർക്ക്? ഈ പാർക്കിന്റെ മുന്നിലുള്ള ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ? പ്ലാസ്റ്റിക് വേസ്റ്റ് ഷുഡ് നോട്ട് ബി ബേൺഡ് ഓർ ത്രോൺ എവേ. വൈ? പ്ലാസ്റ്റിക് വലിച്ചെറിയാനോ കത്തിക്കാനോ പാടില്ല. എന്തുകൊണ്ടാണ്? പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞാൽ നമ്മളുടെ മണ്ണിനെ, സോയിലിനെ നശിപ്പിക്കും. പിന്നെ എന്താണ്, കുറേ പ്രശ്നങ്ങൾ നമ്മുടെ മണ്ണിനും പ്രകൃതിക്കും ഒന്നും പ്ലാസ്റ്റിക് എന്താണ് നല്ലതല്ല. അത് നമ്മുടെ ചെടികളും മരങ്ങളൊക്കെ വളരാൻ വേണ്ടിയിട്ട്, പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനൊക്കെ അത് ഡിസ്ട്രോയ് ചെയ്യും, നശിപ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് എവിടെയും വലിച്ചെറിയരുത് എന്ന് പറയുന്നത്. നമുക്കിവിടെ പോയിന്റ്സ് എഴുതി കൊടുക്കാം. ഇറ്റ് പൊല്യൂട്ട്സ് എയർ, വാട്ടർ, സോയിൽ. മണ്ണിനെയും വായുവിനെയും വെള്ളത്തിനെയും അത് മലിനീകരിക്കുന്നു. ഇറ്റ് ഈസ് ഹാംഫുൾ ഫോർ എനിമൽസ്. എന്താണ്? എനിമൽസിന് അത് എന്താണ്? ഹാംഫുൾ ആണ്. ഇറ്റ് ഡിസ്ട്രോയ് അവർ എൻവിറോൺമെൻറ്റ്. നമ്മുടെ പ്രകൃതിയെ അത് നശിപ്പിക്കുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതുപോലുള്ള പോയിന്റ്സുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. സി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ഔട്ട് ദി ഡിസീസ് സ്പ്രെഡ് ബൈ മോസ്കിറ്റോസ്. മോസ്കിറ്റോസ് വഴി സ്പ്രെഡ് ആവുന്ന ഡിസീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ ജോണ്ടിസ്, ബി കോളറ, സി എലിഫന്റിയാസിസ്, ഡി ടൈഫോയിഡ്. ഇത് നിങ്ങളുടെ 4ാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. അതിൽ 63ാമത്തെ പേജിൽ പറയുന്നുണ്ട് ജോണ്ടിസ്, കോളറ, ടൈഫോയിഡ് ഒക്കെ വാട്ടർ ത്രൂ, വെള്ളത്തിലൂടെ പകരുന്ന ഡിസീസ്, രോഗങ്ങളാണെന്ന്. സോ ഇവിടെ നമ്മളെടുത്ത് ചോദിച്ചത് മോസ്കിറ്റോസ് വഴി പകരുന്ന ഡിസീസാണ്. അത് എലിഫന്റിയാസിസ് ആണ്. സോ ആൻസർ എലിഫന്റിയാസിസ്. ആക്ടിവിറ്റി 2 നോക്കിക്കേ. ഒരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. ഐ ആം ഓൾവേസ് ഇൻ ദി സോയിൽ. ഒരു മണ്ണിരയുടെ ചിത്രമാണ്. എന്നിട്ട് അത് പറയാണ് ഞാൻ എപ്പോഴും മണ്ണിലാണ്. നിങ്ങളടുത്ത് ചോദിച്ചിട്ടുള്ളത് എ ഹാവ് യു നോട്ടീസ്ഡ് വാട്ട് ദി എർത്ത് വോം സെഡ്. നിങ്ങൾ എർത്ത് വോം എന്താണ് പറഞ്ഞതെന്ന് ശ്രദ്ധിച്ചോ? നോട്ട് ഓൺലി എർത്ത് വേംസ് ബട്ട് ആൾസോ ഹ്യൂമൻ ബീങ്സ് ആൻഡ് അതർ ക്രിയേച്ചേഴ്സ് ഗെറ്റ് ബെനിഫിറ്റ്സ് ഫ്രം ദി സോയിൽ. എർത്ത് വേമിന് മാത്രമല്ല മറ്റുള്ള ജീവികൾക്കും മനുഷ്യർക്കും എന്താണ് സോയിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. വാട്ട് ആർ ദോസ് ബെനിഫിറ്റ്സ്? എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് മണ്ണിൽ നിന്ന് കിട്ടുന്നത് എന്നാണ് ചോദിച്ചത്. ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ക്രിയേച്ചേഴ്സ്. ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ക്രിയേച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രിയേച്ചേഴ്സിന് താമസിക്കാനായിട്ടുള്ള സ്ഥലം അല്ലേ. മണ്ണിൽ എന്താണ്, അവർക്ക് ഇതുപോലത്തെ കുറേ ക്രിയേച്ചേഴ്സിന് താമസിക്കാനായിട്ടുള്ള സ്ഥലം കൊടുക്കുകയാണല്ലേ.
സോ അതൊരു മണ്ണിൻ്റെ ഒരു ഗുണമാണ്. പിന്നെ നമ്മൾ എന്താണ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു മണ്ണിൽ അല്ലേ, ഹെൽപ്സ് ഫോർ ഫാമിംഗ്. പിന്നെ എന്താണ് ചെടികളൊക്കെ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു, ഹെൽപ്സ് പ്ലാന്റ് ടു ഗ്രോ. സോ ഇതുപോലെ പോയിന്റ്സ് ഒക്കെ നമുക്ക് എഴുതാം. ഇത് നിങ്ങളുടെ 3ാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇതിൽ 46ാമത്തെ പേജിൽ സോയിലിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് നിങ്ങൾ വായിച്ച് പഠിച്ചിരിക്കുക. ബി ക്വസ്റ്റ്യന് പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ കൺസർവേഷൻ. മണ്ണിനെ രക്ഷിക്കേണ്ടതിനെ പറ്റിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ വലിയൊരു ബോക്സ് ഒക്കെ വരച്ച് അതിൻ്റെ ഉള്ളിലായിട്ടാണ് എഴുതേണ്ടത്. അങ്ങനെയാണ് പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. ഇവിടെ 2 പോസ്റ്റേഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. മണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. സോ ആദ്യത്തെ പോസ്റ്ററിൽ എഴുതിയിട്ടുള്ളത് സോയിൽ ഹെൽപ്സ് ടു പ്ലാന്റ്സ് ഗ്രോ. സോയിൽ പ്ലാന്റ്സുകളെ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. സേവ് അവർ സോയിൽ, നമ്മുടെ മണ്ണിനെ രക്ഷിക്കുക. പിന്നെ 2ാമത്തേത് എഴുതിയത് ഡോണ്ട് ത്രോ പ്ലാസ്റ്റിക്സ് ടു സോയിൽ. പ്ലാസ്റ്റിക് മണ്ണിലേക്ക് വലിച്ചെറിയരുത്. പ്രൊട്ടക്റ്റ് അവർ സോയിൽ, മണ്ണിനെ രക്ഷിക്കുക. നിങ്ങൾ ഇതുപോലത്തെ പോസ്റ്റർ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ചോദിച്ചേക്കാം. സോ അതിൻ്റെ ഉള്ളിൽ എഴുതാൻ പറ്റിയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിരിക്കുക. ആക്ടിവിറ്റി നോക്കിക്കേ, ഇത് നിങ്ങളുടെ 5ാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. അതിൽ നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സ്, എന്താണ് സീരിയൽസ്, എന്താണ് ട്യൂബേഴ്സ്, പൾസസ് എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അതിൻ്റെ വീഡിയോ, ആ ഒരു ക്ലാസ്സിൻ്റെ ചാപ്റ്ററിൻ്റെ വീഡിയോ വേണ്ടവർ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് സ്റ്റാൻഡേർഡ് 3 EVS നോക്കിയാൽ കാണാവുന്നതാണ്. നമുക്കിവിടെ നോക്കാം ചോദ്യങ്ങൾ. വെജിറ്റബിൾസ് എന്നുള്ള ഹെഡിങ് തന്നിട്ടുണ്ട്. അടുത്ത ഹെഡിങ് ഡേഷ് ആണ്. അതിൻ്റെ താഴെ എക്സാമ്പിൾ, അതിൽ വരുന്ന എക്സാമ്പിൾ മാംഗോ എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്കറിയാം മാംഗോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫ്രൂട്ടാണ്. സോ നമുക്ക് അതിൻ്റെ ഹെഡിങ് ഫ്രൂട്ട്സ് എന്ന് കൊടുക്കാം. അടുത്ത ഹെഡിങ് നമുക്ക് സീരിയൽസ് ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ഹെഡിങ് ബ്ലാങ്ക് ആണ്, അവിടെ തന്നിട്ടില്ല. അതിൻ്റെ ഓപ്ഷൻസിൽ ബംഗാൾ ഗ്രാം വരുമെന്ന് തന്നിട്ടുണ്ട്. ബംഗാൾ ഗ്രാം ഏതിൽ ഉൾപ്പെട്ടതാണ്? ബംഗാൾ ഗ്രാം എന്ന് പറഞ്ഞാൽ കടലപ്പരിപ്പ്, അത് പയറ് വർഗ്ഗങ്ങളിൽ പെട്ടതാണ്. പയറ് വർഗ്ഗങ്ങളുടെ പേരാണ് പൾസസ്. സോ നമുക്ക് അവിടെ ഹെഡിങ് പൾസസ് എന്ന് കൊടുക്കാം. പിന്നെ അടുത്ത ഹെഡിങ് ട്യൂബേഴ്സ് തന്നിട്ടുണ്ട്. ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ചേന, പൂള, അതൊക്കെയാണ്. അടുത്തത് ഫുഡ് ഫ്രം എനിമൽസ്, എനിമൽസിൽ നിന്നുമുള്ള ഫുഡ്. നമുക്കിനി ഓപ്ഷൻസ് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഓരോന്നും എടുത്ത് ഓരോ ഹെഡിങ്ങിന് അടിയിലേക്കായിട്ട് മാറ്റി എഴുതാം. ആദ്യത്തേതാണ് ബീൻസ്. ബീൻസ് വെജിറ്റബിൾസ് ആണോ, ഫ്രൂട്ട്സ് ആണോ, സീരിയൽസ് ആണോ, പൾസസ് ആണോ, ട്യൂബേഴ്സ് ആണോ, ഫുഡ് ഫ്രം എനിമൽസ് ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ബീൻസ് പയറ് വർഗ്ഗങ്ങളിൽ പെട്ടതാണ്. അതായത് നമുക്ക് പൾസസിൻ്റെ അടിയിൽ എഴുതാൻ പറ്റിയതാണ് ബീൻസ്. അടുത്തത് ടാപ്പിയോക്ക. പൂള എന്താണ്? ട്യൂബേഴ്സ് ആണ്. ഓക്കെ, ട്യൂബേഴ്സിൽ ടാപ്പിയോക്ക എഴുതുക. പപ്പായ ഒരു ഫ്രൂട്ട്സ് ആണ്, ഫ്രൂട്ട്സിൽ എഴുതുക. എഗ്ഗ് എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് ഫ്രം എനിമൽസിൽ എഴുതാം. മൊരിങ്ങ ലീഫ്, അതൊരു വെജിറ്റബിൾ ആണ്. മിൽക്ക്, പാൽ എന്താണ്? ഫുഡ് ഫ്രം എനിമൽസ് ആണ്. മാംഗോ എന്താണ്? ഫ്രൂട്ട്സ് ആണ്. വീറ്റ് എന്ന് പറയുന്നത് സീരിയൽസ് ആണ്, സീരിയൽസിൽ വരുന്നതാണ്. വീറ്റ്, റൈസ്, ഓട്സ് ഒക്കെ. ചേന, യാം എന്ന് പറഞ്ഞാൽ ചേനയാണ്. ചേന എന്താണ്? ട്യൂബേഴ്സിലാണ്. പംകിൻ ഒരു വെജിറ്റബിൾ ആണ്. കോണ് സീരിയൽസിൽ, ധാന്യങ്ങളിൽ പെട്ടതാണ്. ഇനി ബംഗാൾ ഗ്രാം, അത് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, പൾസസ് ആണ്. ജാക്ക് ഫ്രൂട്ട് ഫ്രൂട്ട്സ് ആണ്. സോ ഇതൊക്കെ ഓരോ സാധനങ്ങളും നിങ്ങൾ ഏത് ഹെഡിങ്ങിൻ്റെ അടിയിലാണ് വരുന്നതെന്ന് നിങ്ങൾ നന്നായിട്ട് സ്വന്തം തന്നെ എഴുതി നോക്കി പഠിക്കുക. അടുത്തതായിട്ട് ബി ക്വസ്റ്റ്യൻ നോക്കാം. സം സ്റ്റേറ്റ്മെന്റ്സ് ഓൺ അവർ ഫുഡ് ഹാബിറ്റ്സ് ആർ ഗിവൺ ബിലോ. നമ്മുടെ ഭക്ഷണ രീതികളെ കുറിച്ചിട്ടുള്ള, സ്വഭാവങ്ങളെ കുറിച്ചിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ താഴെ തന്നിട്ടുണ്ട്. അതിലേതാണ് കറക്റ്റ് ആയിട്ട് വരുന്നതെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, വി ഷുഡ് ഈറ്റ് സെയിം കൈൻഡ് ഓഫ് ഫുഡ് എവറി ഡേ. നമ്മൾ എല്ലാ ദിവസവും ഒരേപോലത്തുള്ള ഭക്ഷണങ്ങൾ എല്ലാ ദിവസവും കഴിക്കണം. രണ്ടാമത്തത്, വി ഷുഡ് ഡ്രിങ്ക് 6 to 8 glasses ഓഫ് വാട്ടർ എ ഡേ. നമ്മൾ ഒരു ദിവസം 6 മുതൽ 8 ഗ്ലാസ് വരെയുള്ള വെള്ളം കുടിക്കണം. മൂന്നാമത്തത്, ഈറ്റിംഗ് ലോഡ്സ് ഓഫ് ഓയിലി ഫുഡ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ഒരുപാട് ഓയിലുള്ള ഫുഡുകൾ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്.
ദർ ആർ കുക്ക്ഡ് ഫുഡ് ആൻഡ് അൺകുക്ക്ഡ് ഫുഡ്. അവിടെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റിയ ഭക്ഷണവുമുണ്ട്, പാചകം ചെയ്യാൻ പറ്റാത്ത ഭക്ഷണവുമുണ്ട്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റായിട്ട് വരുന്നത്? രണ്ടാമത്തതും നാലാമത്തതുമാണ്. ഒരു ദിവസം 6 മുതൽ 8 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. നാലാമത്തത് പാചകം ചെയ്ത ഫുഡുണ്ട്, പാചകം ചെയ്യാൻ പറ്റാത്ത ഭക്ഷണമുണ്ട്. ഈ 2ഉം 4ഉം ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി നാലാമത്തെ ആക്ടിവിറ്റി നോക്കാം. ലെറ്റ്സ് ഈറ്റ് ഗുഡ് ഫുഡ്. നല്ല ഭക്ഷണം കഴിക്കാം. ഇവിടെ അപ്പു പറയാണ് അവൻ എന്താ കഴിച്ചത്? പുട്ടു, കടലക്കറി, സാലഡ്, മിൽക്ക്, അതാണ് അവന് കഴിച്ചത്. ഇവിടെ ആകാശ് കഴിച്ചത് പൊറാട്ട, ഫ്രൈഡ് ചിക്കൻ ആണ്. ഇനി നിങ്ങളെ ചോദ്യം, അപ്പു ആൻഡ് ആകാശ് ആർ ടോക്കിംഗ് അബൌട്ട് ദി ഫുഡ് ദേ ആർ ഈറ്റിംഗ് ഇൻ ദ മോർണിംഗ്. എന്താണ്? രാവിലെ കഴിച്ച ഭക്ഷണത്തെ കുറിച്ചാണ് അപ്പുവും ആകാശും പറഞ്ഞത്. കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് ദി ഫുഡ് ഐറ്റംസ് യൂസ്ഡ് ടു മേക്ക് ദീസ് ഡിഷസ്. താഴെ തന്നിട്ടുള്ള ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് ഇവർ കഴിച്ചിട്ടുള്ള ഈ ഡിഷസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ താഴെ എഴുതേണ്ടത്. ആദ്യത്തെ ഡിഷ് പുട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് ഉണ്ടാക്കാൻ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് വേണ്ടത്? റൈസ് വേണം, നമ്മൾ അരിപ്പുട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ. പിന്നെ സാൾട്ട്, ഉപ്പ് വേണം, കോക്കനട്ട്, തേങ്ങ വേണം. അത്രയുമാണ് പുട്ട് ഉണ്ടാക്കാൻ വരുന്നത്. ഇനി കടലക്കറി, ബംഗാൾ ഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്. ബംഗാൾ ഗ്രാം എന്ന് പറഞ്ഞാൽ കടല. ഇനി നമുക്ക് എന്തൊക്കെ വേണം? ടൊമാറ്റോ, തക്കാളി, ഓണിയൻ, ഉള്ളി, സാൾട്ട്, ഉപ്പ്, വാട്ടർ, വെള്ളം, ചില്ലി പൗഡർ, മുളക് പൊടി, ഇങ്ങനെ ഇതൊക്കെ എഴുതാം. ഇനി സാലഡ് ഉണ്ടാക്കാൻ കുക്കുംബർ, ക്യാരറ്റ്, സാൾട്ട്, കേബേജ്. പൊറോട്ട ഉണ്ടാക്കാൻ വീറ്റ്, സാൾട്ട്, ഓയിൽ. ഫ്രൈഡ് ചിക്കന് വേണം, ഓയിൽ വേണം, സാൾട്ട് വേണം, പിന്നെ ചില്ലി പൗഡർ വേണം, ടർമറിക് പൗഡർ വേണം. അതൊക്കെ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം. ഓക്കെ, ഇതും നിങ്ങളുടെ 5ാമത്തെ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ബി ചോദ്യം, ഹൂ ഈറ്റ്സ് ദി ഹെൽത്തി ഫുഡ്, അപ്പു ഓർ ആകാശ്? ആകാശാണോ അപ്പു ആണോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചത്? അപ്പു ആണല്ലേ. പുട്ടും കടലക്കറിയും സാലഡും മിൽക്കൊക്കെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡിൽ വരുന്നത്. ആകാശിൻ്റെത് ഹെൽത്തി ഫുഡല്ല. അപ്പു കഴിച്ചതിൽ എന്താണ്? കടലക്കറി ഉണ്ട്, സോ പൾസസ് വരുന്നുണ്ട്. സാലഡ് കഴിച്ചപ്പോൾ വെജിറ്റബിൾസ് വരുന്നുണ്ട്, മിൽക്ക് വരുന്നുണ്ട്. നല്ല പ്രോട്ടീനും വിറ്റമിൻസും ഉള്ള ഫുഡാണ് അപ്പുവിൻ്റെ ഇതിൽ വരുന്നത്. എന്നാൽ ആകാശിൻ്റെത് പൊറാട്ട, ഫ്രൈഡ് ചിക്കൻ ഒക്കെ ഓയിൽ അടങ്ങിയിട്ടുള്ള ഫുഡാണ്. സോ അതിനെക്കാട്ടിലും നല്ല ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നത് അപ്പുവിൻ്റേതാണ്. അടുത്തത് ആക്ടിവിറ്റി 5. ഇത് നിങ്ങളുടെ 4ാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ആ പാഠത്തിൽ നമ്മൾ ഇൻഓർഗാനിക് വേസ്റ്റും ഓർഗാനിക് വേസ്റ്റും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഓർഗാനിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിൽ നിന്നോ അനിമൽസിൽ നിന്നോ വരുന്ന വേസ്റ്റുകളാണ്. അതായത് അതിൽ വരുന്നതാണ് ഫ്രൂട്ട്സ് വേസ്റ്റ്, നമ്മുടെ പച്ചക്കറി വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് ഒക്കെ നമുക്ക് ഓർഗാനിക് വേസ്റ്റിൽ എഴുതാൻ പറ്റിയതാണ്. ഇൻഓർഗാനിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ലിവിങ് തിങ്സിൽ നിന്ന് വരാത്ത വേസ്റ്റ്. അതിലുള്ളതാണ് പ്ലാസ്റ്റിക്, കുപ്പിച്ചില്ലുകൾ, മെറ്റൽസ് ഒക്കെ. അത് മണ്ണിൽ അത്ര പെട്ടെന്ന് അലിഞ്ഞു ചേരില്ല. എന്നാൽ ഹസാർഡസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക്, നമ്മൾക്ക്, മനുഷ്യർക്കും എൻവിറോൺമെൻറ്റിനും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള വേസ്റ്റുകളാണ്. അതിൽ വരുന്നതാണ് കീബോർഡ് വേസ്റ്റ്, ബാറ്ററി വേസ്റ്റ് ഒക്കെ. സോ നമുക്കിവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ ചോദ്യങ്ങൾ നോക്കാം. ബിലോ ആർ ദി പിക്ചേഴ്സ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് കളക്റ്റഡ് ബൈ ദി ചിൽഡ്രൻ വൈൽ ക്ലീനിങ് ദി സ്കൂൾ സറൗണ്ടിങ്സ് ഓൺ ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കുട്ടികൾ സ്കൂൾ സറൗണ്ടിങ്സ് വൃത്തിയാക്കിയപ്പോൾ അവർക്ക് കിട്ടിയ കുറച്ച് വേസ്റ്റുകളാണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ട്, ബനാന പീൽ പഴത്തൊലികളുണ്ട്, ഫുഡ് വേസ്റ്റ് ഉണ്ട്, ബാറ്ററി വേസ്റ്റ് ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, കീബോർഡ് വേസ്റ്റ് ഉണ്ട്. ഇനി നിങ്ങളടുത്ത് ചോദിച്ചിട്ടുള്ളത് ലേബൽ ദി ബിൻസ് ആൻഡ് സോർട്ട് ഔട്ട് ദി വേസ്റ്റ് മെറ്റീരിയൽ സ്യൂട്ടബിളി. നിങ്ങൾക്ക് ഇവിടെ കുറച്ച് വേസ്റ്റ് ബിൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഹെഡിങ്സ് നിങ്ങൾ എഴുതണം. എന്നിട്ട് അതിൽ ഏതൊക്കെയാണ് നമ്മുടെ പിക്ചറിലുള്ളത് ഉൾപ്പെടുത്തുക, അതും നിങ്ങൾ എഴുതണം. ഇവിടെ ഹസാർഡസ് വേസ്റ്റ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. മറ്റേ 2 ബിന്നിൻ്റെയും ഹെഡിങ് നമ്മൾ കൊടുക്കണം. ബനാന പീൽ, പഴത്തൊലി എന്തിൽ വരുന്നതാണ്? അതൊരു ഓർഗാനിക് വേസ്റ്റ് ആണ്. സോ നിങ്ങൾ അവിടെ ഓർഗാനിക് വേസ്റ്റ് എന്ന് ഹെഡിങ് ആയിട്ട് കൊടുക്കുക. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇൻഓർഗാനിക് വേസ്റ്റ് ആണ്. ഇനി നമുക്ക് പിക്ചറിൽ തന്നിട്ടുള്ള ഫുഡ് വേസ്റ്റ് നമുക്ക് ഓർഗാനിക് വേസ്റ്റിൽ എഴുതാൻ പറ്റിയതാണ്. നമുക്ക് പ്ലാസ്റ്റിക് കവേഴ്സ് ഇൻഓർഗാനിക് വേസ്റ്റിൽ എഴുതാം. ഇനി ഹസാർഡസ് വേസ്റ്റിൽ നമുക്ക് എഴുതാൻ പറ്റിയതാണ്
ഡാമേജ്ഡ് കീബോർഡും ഡാമേജ്ഡ് ബാറ്ററീസും അത് എഴുതി കൊടുക്കുക. സോ 3 ടൈപ്പ് ഓഫ് വേസ്റ്റുകളുണ്ട്. ഇത് നന്നായിട്ട് പഠിക്കുക. ഇത് എന്തൊക്കെയാണെന്നും ഇതിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുത്തുക എന്നും പഠിച്ചിരിക്കുക. ബി ക്വസ്റ്റ്യൻ പുട്ട് ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ ക്ലീൻ സറൗണ്ടിങ്സ്. ശുചിത്വമുള്ള സറൗണ്ടിങ്സ്, പരിസരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ശരിയായതിന് മാത്രം നിങ്ങൾ ടിക്ക് ചെയ്യുക. വേസ്റ്റ് ഈസ് നോട്ട് പൈൽഡ് അപ്പ്. മാലിന്യം എവിടെയും വൃത്തികേടായിരിക്കാതെ, നന്നായിട്ട് കെട്ടുകൂടാതിരിക്കാതെ നന്നായിട്ട് വൃത്തിയായിട്ട് ഇരിക്കുന്നു. അതെന്താണ്? ശുചിത്വം അല്ലേ, ക്ലീൻ അല്ലേ? എന്നപ്പോൾ അത് ശരിയായൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവിടെ നിങ്ങൾ ടിക്ക് കൊടുക്കുക. അടുത്തത് വേസ്റ്റ് വാട്ടർ ഈസ് അക്യുമുലേറ്റഡ്. എന്താണ്? വെള്ളം അക്യുമുലേറ്റ് ആയിട്ടുണ്ട്, അത് തെറ്റാണ്, അത് ക്ലീൻ അല്ല. പ്ലാസ്റ്റിക് വാട്ടർ ഈസ് സ്കാറ്റേർഡ് എറൗണ്ട്. എന്താണ്? പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലായിടത്തും ഇങ്ങനെ വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്, അതും ക്ലീൻ ആണോ? അത് തെറ്റാണ്. പ്രോപ്പർ വേസ്റ്റ് ഈസ് അറേഞ്ച്ഡ്. അതും ശരിയാണ്. സോ 1ാമത്തതും 4ാമത്തതുമാണ് ശരിയായിട്ട് വരുന്നത്. ആക്ടിവിറ്റി 6 നോക്കിക്കേ. വാട്ടർ ആൻഡ് സോയിൽ, വെള്ളവും മണ്ണും. കംപ്ലീറ്റ് ദി കോൺസെപ്റ്റ് മാപ്പ് വിത്ത് ദി യൂസസ് ഓഫ് വാട്ടർ. ഇവിടെ താഴെ നിങ്ങൾക്കൊരു മാപ്പ് തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? വെള്ളത്തിൻ്റെ ഉപയോഗങ്ങളാണ് എഴുതേണ്ടത്. നിങ്ങൾ എന്തിനൊക്കെയാണ് വെള്ളം ഉപയോഗിക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്, എനിമൽസിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. വേറെ എന്തിനൊക്കെയാണ് നിങ്ങൾ വെള്ളം ഉപയോഗിക്കുന്നത്? നിങ്ങൾ കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കും അല്ലേ? സോ നമുക്ക് എന്ത് എഴുതാം? ഫോർ ബാത്തിങ് എഴുതാം. പിന്നെ എന്താണ്? പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഫോർ കുക്കിംഗ് എഴുതാം. പിന്നെ ഫോർ ഡ്രിങ്കിങ് എഴുതാം. പിന്നെ ഫോർ ക്ലീനിങ്, വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും പോയിന്റ്സ് ഒക്കെ നമുക്ക് എഴുതാം. ഓരോരോ കള്ളികളിലായിട്ട് ഡ്രൈഡ് ക്ലംസ് ഓഫ് സോയിൽ ഫ്രം ഹെർ ഗാർഡൻ. അവളുടെ ഗാർഡനിൽ നിന്ന് അവൾ ഉണങ്ങിയ കുറച്ച് എന്താണ്? മണ്ണെടുത്തു. ഉണങ്ങിയിട്ടുള്ള കുറച്ച് ഒരു മണ്ണിൻ്റെ കട്ടയെടുത്തു. ബബിൾസ് കെയിം ഔട്ട് വെൻ ഷീ പുട്ട് ഇറ്റ് ഇൻ എ ഗ്ലാസ് ഓഫ് വാട്ടർ. വൈ? അവൾ എന്നിട്ട് ഈ ഒരു മണ്ണിൻ്റെ കട്ട ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടപ്പോൾ ബബിൾസ് വന്നു, കുമിളകൾ വന്നു. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. കാരണം ഈ ഉണങ്ങിയിട്ട് ഡ്രൈ ആയി കിടക്കുന്ന ഈ മണ്ണിൽ എയർ ഉണ്ടാവും, വായു ഉണ്ടാവും. സോ ഇത് വെള്ളത്തിലേക്ക് വെക്കുമ്പോൾ ഇതിലുള്ള എയർ ബബിൾസിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് പോകുന്നതാണ്. സോ അതുകൊണ്ടാണ് ഈ എയർ ഈ മണ്ണിൽ നിന്ന് പോകുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ ബബിൾസ് കാണുന്നത്. അടുത്തത് സി ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ബിലോ സോയിൽ ടൈപ്പ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് മോഡൽസ്. മോഡൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ഓഫ് സോയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ക്ലേ തന്നിട്ടുണ്ട്, സാൻഡ് ഉണ്ട്. നമ്മൾ കളിമണ്ണ് കൊണ്ടാണല്ലേ ഉണ്ടാക്കുക. സോ ഉത്തരം ക്ലേ ആണ് വരുന്നത്. സോ ഇത്രയും ചോദ്യങ്ങളാണ് മക്കളെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. നെക്സ്റ്റ് ഏതൊരു സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.